എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തൊടുകുറി ശാസ്ത്രമാണ് പറയാൻ പോകുന്നത്. ഇവിടെ തിരഞ്ഞെടുക്കുന്നത് 5 നമ്പറുകളാണ്. അതായത് 1, 3, 5, 7, 9 ഈ കാണുന്ന 5 നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പറോ അല്ലെങ്കിൽ അതിൽ അധികമോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതെങ്കിലും ഒരു സംഖ്യയോ ആ സംഖ്യ നിങ്ങൾക്ക് മനസ്സിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആ പ്രത്യേകം ഓർക്കുക, ഇതിൽ ഒരു സംഖ്യ മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് വളരെ കൃത്യമായി എന്ന നിശ്ചയമായും ഞാൻ പറയുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ കൃത്യത, അതായത് 5 നമ്പറുകളിൽ ഇവിടെ പറയാൻ പോകുന്ന ഫലത്തിന്റെ കൃത്യമായ 90%, ഏകദേശം 95% വരെ എനിക്ക് ഉറപ്പ് തരുവാൻ സാധിക്കും. 100% കൃത്യമാണെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അങ്ങനെ ഞാൻ പറയുന്നില്ല തൽക്കാലം. എന്നാൽ ഒരു 95% എനിക്ക് ഉറപ്പ് തരുവാൻ സാധിക്കുന്നതാണ്. ഈ പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും കൃത്യമായിട്ട് പറയാൻ എനിക്ക് സാധിക്കുന്നത് എന്ന് ഇപ്പോൾ നിങ്ങളിൽ പലരും ചിന്തിക്കുന്ന കാര്യമാകാം. അത് ഫലപ്രവചനത്തിന്റെ കൃത്യതയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 2025 പഞ്ചാംഗ പ്രകാരം ഗ്രഹനില പരിശോധിച്ച് നമുക്ക് മൈൻഡ് റീഡിംഗിലേക്ക് കടക്കാം. ആരൂഢ തന്ത്രം അറിയുന്നവർക്ക് ഇത് വെച്ച് എളുപ്പത്തിൽ ഫലപ്രവചനം നടത്തുവാൻ സാധിക്കുന്നതാണ്. അല്ലാതെ ഇതിൽ അത്ര വലിയ തലപുകഞ്ഞ് ചിന്തിക്കേണ്ട ഒരു പരിശ്രമവും ഇല്ല. പക്ഷേ കണക്കുകൾ വളരെ കൃത്യമായിരിക്കണം. എന്നാൽ മാത്രമേ കൃത്യമായി നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട ആ ഒരു കാര്യം നടന്നു കിട്ടുമോ ഇല്ലയോ എന്ന് വ്യക്തമായിട്ട് പറയുവാൻ സാധിക്കുകയുള്ളൂ. അതുപ്രകാരം ഈ കാര്യങ്ങളൊക്കെ സങ്കല്പിച്ച്, അതായത് മനസ്സുകൊണ്ട് സങ്കല്പിച്ച് തിരഞ്ഞെടുത്തിരിക്കുന്ന ആ സംഖ്യാപ്രകാരം ആ സംഖ്യയിൽ ആരൂഢം ചെയ്തിട്ടുള്ള ഡാറ്റകൾ, അതായത് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് എന്ന് പുറത്തേക്ക് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിൽ ചിന്താശക്തിയുള്ളവർ അല്ലെങ്കിൽ ബുദ്ധിയുള്ള ആളുകൾക്ക് ഒരു സംശയം നിങ്ങളിൽ മനസ്സിൽ രൂപപ്പെടുന്നുണ്ടാകും. സ്വാഭാവികമാണ്. എന്തുകൊണ്ടെന്നാൽ താങ്കൾ ഈ 5 സംഖ്യ മാത്രം ഇവിടെ തിരഞ്ഞെടുത്ത് 3 സംഖ്യ ആയാൽ പോരെ, അല്ലെങ്കിൽ 8 സംഖ്യ ആയാൽ പോരെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? കുഴപ്പം എന്ന് നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാകും. അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാം. ഇതിൽ യാതൊരു തെറ്റുമില്ല. ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കൂടി പറഞ്ഞ ശേഷം നമുക്ക് ഇന്നത്തെ മൈൻഡ് റീഡിംഗിലേക്ക് അഥവാ തൊടുകുറിയിലേക്ക്, ആരൂഢത്തിലേക്ക് തീർച്ചയായിട്ടും പോകാവുന്നതാണ്. ഈ കാണുന്ന ഓരോ സംഖ്യകളിലും 5 ഡേറ്റകൾ വീതം ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത് കൃത്യമായിട്ട് തന്നെ പറഞ്ഞു. കുടുംബ, സാമ്പത്തികം, ജോലി, ആരോഗ്യം, വിദ്യാഭ്യാസം പ്രത്യേകം മനസ്സിലാക്കുക. ഓരോ സംഖ്യകളിലും 5 ഡാറ്റ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി ഇതിൽ ഏതെങ്കിലും തൊട്ടാലും അല്ലെങ്കിൽ ഏതെങ്കിലും മനസ്സിൽ വിചാരിച്ചാലും സംഖ്യ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അയാൾക്കുള്ള ഫലപ്രവചനം വളരെ കൃത്യമായിട്ട് നൽകുന്നതാണ്. 5 ഡാറ്റകൾ ഓരോന്നിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യതയുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. ഈ ഒരു രീതി അടിസ്ഥാനമാക്കിയിട്ടാണ് ഏറ്റവും ആദ്യം തന്നെ പറഞ്ഞത്, നിങ്ങൾക്ക് ഇതിൽ ഒരു സംഖ്യ മാത്രമോ ഒന്നിലധികം സംഖ്യകളോ തിരഞ്ഞെടുക്കുന്നതിൽ യാതൊരു വിരോധവുമില്ല. എന്നാൽ ശരി, അപ്പോൾ ഇവിടെ കാണുന്ന 5 സംഖ്യകളിൽ ഏത് സംഖ്യയാണോ നിങ്ങളുടെ മനസ്സിന് ചേരുന്നത് ആ സംഖ്യ നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഉടനെ നടന്നു കിട്ടേണ്ട കാര്യങ്ങൾ അത് നടന്നു കിട്ടുമോ ഇല്ലയോ, അല്ലെങ്കിൽ എപ്പോൾ നടന്നു കിട്ടും എന്ന ഭാവനയോടുകൂടി വേണം ഈ ഒരു 5 സംഖ്യകളിൽ ഏതെങ്കിലും തിരഞ്ഞെടുക്കുവാനായിട്ട്. ഇത് മൈൻഡ് റീഡിംഗ് അഥവാ തൊടുകുറിയിലെ ഒരു ടെക്നിക്കാണ്. ആയതുകൊണ്ട് തന്നെ ദൈവത്തെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. എന്നാലും അങ്ങനെ ചെയ്യാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങളുടെ ഇഷ്ട ദൈവത്തെ മനസ്സിൽ വിചാരിച്ച് ഒരു സംഖ്യ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ശരി, ഇപ്പോൾ അതിലൊരു നമ്പർ നിങ്ങൾ ഉടനെ നടന്നു കിട്ടേണ്ട ആ ആവശ്യം കൂടി ഒന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് തിരഞ്ഞെടുക്കുക. അപ്പോൾ എല്ലാവരും അവരുടേതായിട്ടുള്ള ആ ഒരു സംഖ്യ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് നമ്പർ 1 തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. നിർഭാഗ്യം എന്ന് പറയട്ടെ, ഉടനെ നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ച കാര്യം നടന്നു കിട്ടണം എന്നില്ല. എന്താണ് ഇതിന് തടസ്സം എന്ന് ചോദിച്ചാൽ സാമ്പത്തിക പ്രശ്നവും മാർഗ തടസ്സവുമാണ് ഇതിന് ഹേതുവുമായിട്ട് നിൽക്കുന്നത്. എന്നാൽ 28 ദിവസങ്ങൾക്ക് ശേഷം കുറച്ചു ധൈര്യമൊക്കെ സംഭരിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് ഇറങ്ങുകയാണെങ്കിൽ, അതായത് അഭിമാനക്ഷതം ഇനി നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, ഇത് നേടിയെടുക്കേണ്ടത് എന്റെ അത്യാവശ്യമാണ്, അതുകൊണ്ട് തന്നെ ലഭ്യമായ ഏത് വാതിലുകളും ഞാൻ മുട്ടി നോക്കും എന്ന ആ ഒരു ഉറച്ച ധാരണയോടുകൂടി നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങി തിരിച്ചാൽ തീർച്ചയായിട്ടും ഈ കാര്യം നടന്നു കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ഏത് ദൈവത്തെ മുൻനിർത്തിയാണെങ്കിൽ പോലും സത്യം ചെയ്യാവുന്നതാണ്. കാരണം ഗ്രഹ പകർച്ചയും ആരുടെ ക്രമവും വെച്ച്
വെച്ച് പരിശോധിക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത്. ഇവിടെ നെഗറ്റീവായിട്ടുള്ള ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട് എന്നോട് അലോഹ്യമൊന്നും തോന്നാൻ പാടില്ല. നിങ്ങളുടെ പ്രകൃതം അനുസരിച്ച് എടുത്തുചാടി തീരുമാനമെടുക്കുന്ന ആ ഒരു സ്വഭാവ പ്രകൃതം നിങ്ങൾക്ക് ഉണ്ടായിപ്പോയി. നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഇത് പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് മാത്രവുമല്ല, ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല. എങ്കിലും നിങ്ങളോട് ഇടപെടുന്ന മറ്റുള്ളവർക്ക് നിങ്ങളുടെ ഈ സ്വഭാവ പ്രകൃതം ഗുണം ചെയ്യുന്നതാണ്. ഇത് പറയാൻ കാരണം മറ്റുള്ളവർ സഹായിക്കും എന്ന് കരുതി നിങ്ങളുടെ കൂടെ കൂട്ടിയവർ എല്ലാവരും തന്നെ അവരുടെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു. നിങ്ങൾ ദിക്കറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1-ാം നമ്പർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പർ തിരഞ്ഞെടുത്തവർക്ക് 28 ദിവസങ്ങൾക്ക് ശേഷം ആദ്യം പറഞ്ഞതുപോലെ തന്നെ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി പുറപ്പെടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ആ കാര്യം നടന്നു കിട്ടും. ഇത്രയുമാണ് നിങ്ങൾക്ക് വേണ്ടി പറയാനുള്ളത്. അടുത്തത് നമ്പർ 3 തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയാനുള്ളത്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം ഉറപ്പായി നടന്നു കിട്ടുന്നതാണ്. കേവലം 10 ദിവസത്തിനുള്ളിൽ തന്നെ നടന്നു കിട്ടുന്നതാണ്. അങ്ങനെയാണ് കാണുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഒരു വീക്ക്നെസ് ഉണ്ട്. അത് 10 ദിവസം കൊണ്ടുള്ളത് മുന്നോട്ട് വീണ്ടും നീട്ടിപ്പോകുവാനുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് സംജാതമായേക്കാം എന്നും കാണുന്നുണ്ട്. ആ വീക്ക്നെസ് ശുഭാപ്തി വിശ്വാസവും സത്യസന്ധതയും പലപ്പോഴും നിങ്ങൾക്ക് തന്നെ ദോഷമായിട്ട് തീരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാസങ്ങളായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് എന്ന് തന്നെ പറയാം മറ്റൊരാളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ട അല്ലെങ്കിൽ കിട്ടേണ്ട ആ ഒരു കാര്യം അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്. പക്ഷേ അത് നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി സഹായം ചെയ്യാൻ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്വഭാവ പ്രകൃതമാണ് നിങ്ങൾക്കുള്ളത്. അത് നിങ്ങൾക്ക് പലപ്പോഴും ദോഷമാണ് ചെയ്യുന്നത്. ഇതൊരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കല്ലുകൊള്ളാൻ ചെണ്ടയും കാശു വാങ്ങാൻ മാരാനും എന്നുള്ള ആ ഒരു പഴഞ്ചൊല്ല് അനർത്ഥമാക്കും. ഇതുപോലെയാണ് പറയുന്നത്. കാരണം മറ്റുള്ളവർ നിങ്ങളെ നന്നായി മുതലെടുക്കുന്നുണ്ട് പല അവസരങ്ങളിലും. അപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ, അതായത് സത്യസന്ധത അമിതമായത് മൂലം നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ട കാര്യങ്ങൾ അല്പസമയം കൂടുതൽ എടുത്താൽ പോലും തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും എന്നുള്ളതാണ്. ഇനി അടുത്ത നമ്പർ 5 നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച ആ സംഖ്യയും അതോടൊപ്പം തന്നെ നടന്നു കിട്ടണം എന്ന് വിചാരിച്ച ആ ഒരു കാര്യവും നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ്. അതിൽ യാതൊരുവിധ തർക്കവുമില്ല. പക്ഷേ ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധാലുവായിരിക്കണം. അല്ലാതെ ആരും നിങ്ങൾക്ക് ആ കാര്യം നടത്തി തരികയില്ല. നിങ്ങളായിട്ട് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് തന്നെ അതിന് മുന്നോട്ട് ഇറങ്ങേണ്ടതാണ്. അതിന് നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത് നിങ്ങളുടെ മനസ്സിലെ അകാരണമായിട്ടുള്ള ഭയമാണ്. ഈ ഭയം നിങ്ങളെ ജീവിതത്തിൽ ഉടനീളം നിങ്ങൾക്ക് ലഭിക്കേണ്ട പല സുവർണ അവസരങ്ങളും നഷ്ടമായി പോകുവാൻ കാരണമായിട്ടുണ്ട്. ചിന്തിച്ചു നോക്കിയാൽ ഇത് അറിയാൻ സാധിക്കുന്നതാണ്. എന്നാൽ ആ അവസരങ്ങൾ മറ്റുള്ള ആളുകൾക്ക് ശരിക്കും പ്രയോജനമാകുന്നുണ്ട്. ഒന്ന് ആഴത്തിൽ ആലോചിച്ചു നോക്കിയാൽ ഇതുപോലുള്ള പല സംഭവങ്ങളും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തെളിയുന്നതാണ്. എന്നാൽ ചിലർക്ക് ഇപ്പോൾ ഈ ഒരു കുറച്ചു കാലമായിട്ട് നിങ്ങളെ അലോസരപ്പെടുത്തുന്ന ആ ഒരു കാര്യം എന്ന് പറയാം. അതായത് മനസമാധാനം ഇല്ലായ്മ മൂലം അരുതാത്ത പല ചിന്തകളും നിങ്ങളുടെ മനസ്സിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ നിങ്ങൾക്ക് നഷ്ടം മാത്രമേ വരുത്തുകയുള്ളൂ. അത് ഉടനെ തന്നെ നിങ്ങൾ വേരോടുകൂടി പിഴുതെടുക്കേണ്ടതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്പർ 5 എന്ന സംഖ്യ മനസ്സിൽ ഉറപ്പിച്ച ആളുകൾ നിങ്ങളുടെ മനസ്സിലെ ഉൾഭയം കണക്കിലെടുക്കാതെ ധൈര്യം നിറച്ച് മുന്നോട്ട് ഇറങ്ങി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ സങ്കല്പിച്ചിരിക്കുന്ന ആ ഒരു ആവശ്യം നടന്നു കിട്ടും എന്നുള്ള കാര്യത്തിന് യാതൊരുവിധ സംശയവും വേണ്ട. 100% ഉറപ്പായിട്ടും അത് നടന്നു കിട്ടുന്നതാണ്. എന്നാൽ അതിനുള്ള കാലതാമസം മാർച്ച് മാസം വരെ പോയേക്കാം എന്നാണ് കാണുന്നത്. നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് അരയും തലയും മുറക്കി ഇറങ്ങുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഇത് നടന്നു കിട്ടുന്നതാണ്. അങ്ങനെയേ പറയാൻ സാധിക്കുകയുള്ളൂ. അടുത്തതായിട്ട് നമ്പർ 7 മനസ്സിൽ ഉറപ്പിച്ച ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം ഉറപ്പായിട്ടും നടന്നു കിട്ടും. പക്ഷേ നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളാണ്. നിങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ധൈര്യക്കുറവും കാരണം ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്കറിയില്ല. ഒരു കാര്യത്തിന് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടാൽ ഏതു വിധേനയും നടത്തിയിട്ട് മാത്രമേ നിങ്ങൾ വീട്ടിലേക്ക് വന്ന് കയറാറുള്ളൂ. അതാണ് നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ആ സ്വഭാവ പ്രകൃതക്കാരാണ്. അങ്ങനെയാണെങ്കിലും ഇവിടെ സാമ്പത്തിക പ്രശ്നം നിങ്ങൾക്ക് ഒരു തടസ്സമായി നിൽക്കുകയാണ്. സാമ്പത്തിക പരാധീനതകൾ നിങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടുകൾക്ക്
ഇടയാക്കിയിട്ടുണ്ട്. ഇതൊഴിച്ചാൽ നിങ്ങൾക്ക് മറ്റൊരു പ്രശ്നങ്ങളുമില്ല. കാരണം മറ്റു പ്രശ്നങ്ങളൊക്കെ നേരിടുവാനുള്ള കെൽപ്പ് നിങ്ങൾക്കുണ്ട്. അത് തർക്കമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം 2 മാസം വരെ കാത്തിരിക്കേണ്ടി വരും അത് നടന്നു കിട്ടാൻ എന്നാണ് കാണുന്നത്. മുൻപ് തന്നെ അത് നടന്നു കിട്ടണമെങ്കിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നിങ്ങൾ ഇഷ്ടദൈവത്തിനെ മുറുക്കി പിടിച്ചുകൊള്ളൂ. മനസ്സിൽ വഴിപാടുകൾ കഴിക്കുകയോ അതോടൊപ്പം തന്നെ നാമങ്ങൾ ജപിക്കുകയോ അതേപോലെ തന്നെ മനസ്സിൽ എപ്പോഴും ആ ദൈവത്തെ പ്രാർത്ഥിക്കുകയും ചെയ്താൽ ആ വിചാരിക്കുന്ന തരത്തിലുള്ള അത്ഭുതങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ സംജാതമായേക്കാം എന്നാണ് കാണുന്നത്. അതിനി അടുത്തതായിട്ട് നമ്പർ 9 മനസ്സിൽ ഉറപ്പിച്ച ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. 9 എന്ന സംഖ്യയോടൊപ്പം തന്നെ നിങ്ങൾ വിചാരിച്ച ആ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ മെയ് മാസം തീരുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ്. ഇത് ഈ കാലയളവിൽ തന്നെ ഒന്ന് നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഒരൊറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. മനസ്സിൽ ആ വെപ്രാളം ഉണ്ടല്ലോ അത് അങ്ങോട്ട് ഉപേക്ഷിക്കുക. അതായത് ഏത് കാര്യത്തിനും ആ തുടക്കം ഭയങ്കര ഒരു തിടുക്കം നിങ്ങളിലുണ്ട്. ആ വെപ്രാളം പാടെ ഉപേക്ഷിക്കുക. അങ്ങനെ ഒരു പ്രവണത ഉപേക്ഷിച്ചാൽ ഏത് കാര്യമാണെങ്കിലും അത് ശരി നിങ്ങൾക്ക് ഭംഗിയായി തന്നെ തീർത്ത് കിട്ടുവാൻ സാധിക്കുന്നതാണ്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് അങ്ങനെ നടന്നു കിട്ടുന്ന ഒരു കാര്യമല്ലെന്ന് അറിയാം. അതായത് നിങ്ങൾക്ക് എത്ര ഉറപ്പുണ്ടെങ്കിലും ശരി, അതായത് ഇത് നിഷ്പ്രയാസം ചെയ്തു തീർക്കാം എന്ന ഉറപ്പുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് അല്പം വെപ്രാളത്തോടു കൂടി അത് ചെയ്തു തീർക്കുവാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ചിലതിൽ പല കാര്യങ്ങളിലും അവസരങ്ങളിലും നിങ്ങൾ പരാജയപ്പെടുവാനുള്ള കാരണം എന്ന് കാണുന്നത്. ഈ തിടക്കം നിങ്ങൾക്ക് പല കാര്യത്തിലും ജീവിതത്തിൽ പല സമയത്തും വിഘ്നങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട്. അത് മാത്രവുമല്ല ഇതിൽ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അത് നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നമാണ്. പക്ഷേ ഇതോർത്ത് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ നിലച്ചിരിക്കാത്ത സമയത്ത് ഒരു സഹായ ഹസ്തം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഇവിടെ ചിന്തിക്കേണ്ടതില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ആകെ കൂടി പറയാനുള്ളത് ഈ മാസം തീരുന്നതിന് മുൻപ് നിങ്ങൾ ഉദ്ദേശിച്ച ആ കാര്യം നടന്നു കിട്ടുവാനുള്ള സാധ്യതകളൊക്കെ നിങ്ങൾ കണ്ടുവരും. ആ ഒരു ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോവുക. അത്രയും ചെയ്താൽ മതി. ഇത്രയുമാണ് ഈ 5 സംഖ്യകൾ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത്. അത് ശ്രദ്ധിച്ചു കേൾക്കുക. ഇനിയിപ്പോൾ ഇവിടെ ഇത്രയും വിവരണങ്ങൾ കേട്ടതിൽ നിന്നും നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ ധൈര്യക്കുറവോ അല്ലെങ്കിൽ അകാരണമായിട്ടുള്ളൊരു ഭയമോ ക്ഷീണമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ട ദൈവത്തെ നിങ്ങൾ ഒരു ദിവസത്തിൽ 2 നേരം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. പ്രത്യേകം ഓർക്കുക, ചന്ദനത്തിന് എന്തെങ്കിലും കൊളുത്തി വെച്ച് വേണം പ്രാർത്ഥിക്കുവാൻ. പറയാൻ കാരണം അഗ്നിയുടെ സാമീപ്യം ഉണ്ടായാൽ മാത്രമേ പ്രാർത്ഥന ഫലിക്കുകയുള്ളൂ. ഇത് തർക്കമില്ലാത്ത കാര്യമാണ്. ഇവിടെ ചന്ദനത്തിരി തിരഞ്ഞെടുക്കുവാൻ പ്രത്യേകം പ്രോത്സാഹിപ്പിക്കുവാൻ കാരണം കെമിക്കലുകൾ ഇല്ലാത്ത ഒരു ചന്ദനത്തിരിയാണ് നിങ്ങൾ കൊളുത്തി വെക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സും ചിന്തയും ശുദ്ധീകരിക്കപ്പെടും. ഇത്രയും കാര്യങ്ങളാണ്. മാത്രമല്ല അമ്പലങ്ങളിലും മറ്റും പുകയ്ക്കുന്ന ഒരു ദശാംഗം എന്ന ഒരു പൗഡർ രൂപത്തിലുള്ള ഒരു പൊടിയുണ്ട്. അതായത് പൂജാമുറികളിലും അതേപോലെ തന്നെ നിങ്ങൾ പൂജിക്കുന്ന വിളക്ക് വെക്കുന്ന ഭാഗങ്ങളിലുമൊക്കെ, അതല്ല എങ്കിൽ നിങ്ങളുടെ വീടുകളിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇത് കത്തിച്ചു വെക്കുകയാണെങ്കിൽ, അല്ല എങ്കിൽ നിങ്ങളുടെ പൂജാമുറിയിൽ ഈ ഒരു കാര്യം, ഈ ഒരു ദശാംഗം എന്ന പൗഡർ, ഈ ഒരു പൊടി കത്തിച്ചു വെക്കുകയാണെങ്കിൽ വീട്ടിൽ ഐശ്വര്യം വർദ്ധിക്കും എന്നാണ്. മാത്രമല്ല വീട്ടിലുള്ള നെഗറ്റീവായിട്ടുള്ള എനർജി എല്ലാം ഇല്ലാതായിട്ട് പോസിറ്റീവായിട്ടുള്ള എനർജി നിറയും. വളരെ നല്ല നറുമണമുള്ള ഒരു സുഗന്ധമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും തന്നെ നല്ല ആ സുഗന്ധം ലഭിക്കുമ്പോൾ തന്നെ ആ ഒരു ശാന്തിയും ആനന്ദമെല്ലാം അനുഭവിക്കാൻ സാധിക്കും. നമ്മളെല്ലാവരും അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ആ നറുമണം തന്നെയാണ് ഈ ഒരു ദശാംഗം എന്ന ഈ ഒരു വസ്തു കത്തിച്ചാൽ ഉണ്ടാകുന്ന ആ നറുമണം. ദശാംഗം എന്നാൽ 10 അംഗം, അതായത് 10 വേരുകൾ പൊടിച്ചുണ്ടാകുന്ന പൊടി എന്നാണ് അർത്ഥം. ആർക്കെങ്കിലും ഈ ഒരു ദശാംഗം പൗഡർ വീട്ടിൽ കത്തിക്കുവാൻ വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ വെക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. അപ്പോൾ എൻ്റെ സന്ധ്യാപ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങളുടെ ജന്മനക്ഷത്രവും നിങ്ങളുടെ പേരും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നമഃ ശിവായ.